ഈശോ മിശിഹായിൽ എനിക്കേറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട എന്നാർപുര ഇടവകയിലെ ദൈവജനമേ, എന്നാർപുര ദേശവാസികളെ, മരിയ ഭക്തരെ, നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കൃപയുടെ, അനുഗ്രഹത്തിൻ്റെ, പ്രാർത്ഥനകളുടെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോവുക. ദൈവം അനന്തമായ കൃപ ഓരോ ദിവസവും നമ്മുടെ മേൽ ചൊരിയുന്നുണ്ട്. കത്തോലിക്കാ സഭയിലെ 3 പേരുടെ ജന്മദിനമാണ് തിരുനാളുകളായിട്ട് നമ്മൾ ആഘോഷിക്കുക. കർത്താവിന് മുന്നോടിയായിട്ട് വന്ന സ്നാപക യോഹന്നാൻ്റെ ജന്മദിനം ജൂൺ മാസം 24-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നു. കർത്താവിൻ്റെ ഇഹലോക പിറവി, നേറ്റിവിറ്റി ഓഫ് ക്രൈസ്റ്റ്, ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജന്മദിനം സെപ്റ്റംബർ 8-ാം തീയതി ഏറെ സാഘോഷമായിട്ട് എല്ലാവരും ചേർന്നുകൊണ്ട് കൊണ്ടാടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്കെല്ലാവർക്കും മാതൃകയായിട്ട് ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം വിനീതിയായവൾ, അവളുടെ കരം പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്നാർപുര കത്തീഡ്രൽ ദേവാലയത്തിലും എന്നാർപുര കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മുൻവശത്തുള്ള ഗ്രോട്ടോയിലും അനേകമായിരം ആളുകളാണ് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരിക. വൈകുന്നേരങ്ങളിൽ നോക്കിയാൽ ജോമാല മുട്ടിന്മേലഴിഞ്ഞുകൊണ്ട് ഗ്രോട്ടോയ്ക്ക് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ കാണുവാനായിട്ട് ഇട വന്നിട്ടുണ്ട്. ഒത്തിരിയേറെ ആളുകൾ അവർക്ക് ഉദ്ദിഷ്ട കാര്യം സാധിച്ചതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ശക്തി. അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും തൻ്റെ മകൻ്റെ സന്നിധിയിലേക്ക് അനുനിമിഷം ആനയിക്കുന്നവളാണ്. പരിശുദ്ധ അമ്മയോട് കേണപേക്ഷിക്കുന്നവരെ, അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ജന്മദിനം ഏറെ സാഘോഷമായിട്ട് കൊണ്ടാടുവാനായിട്ട് 8 നോമ്പ് തിരുനാൾ വളരെ മനോഹരമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. 8 ദിവസവും രാവിലെ വൈകുന്നേരവും ആഘോഷകരമായ വിശുദ്ധ ബലി അർപ്പണവും വചന സന്ദേശങ്ങളും നൊവേനയും, വൈകുന്നേരം നൊവേനയ്ക്ക് ശേഷം നൊവേനയുടെ സമയത്ത് ജപമാല പ്രദക്ഷിണവും ഒക്കെ നടത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതേടി പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ ആളുകൾ നൊവേനയ്ക്കായിട്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. നൊവേനയ്ക്ക് നമ്മളോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും ഓർക്കുവാനും അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്കെല്ലാവർക്കും കടമയുണ്ടെന്ന് നമ്മൾ മറക്കാതിരിക്കാം. അവരെ എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് അവരുടെ എല്ലാ നിയമങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലേക്ക് വിശുദ്ധമായിട്ട് നമുക്ക് കടന്നു വരാം. നോമ്പിൻ്റേതായ ദിവസങ്ങളിൽ, പ്രാർത്ഥനയുടേതായ ദിവസങ്ങളിലൂടെ ശക്തമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതേടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാർപുര കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഇടവകയുടെ വികാരി എന്ന നിലയിൽ ലിറ്റിൽ ഫ്ലവർ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് എല്ലാ മരിയ ഭക്തരെയും ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവരായിട്ട് നമുക്ക് മാറാം. കർത്താവ് ആഹ്വാനം ചെയ്യുന്നത് പോലെ അവൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് കരയേറുന്നതിന് മുൻപായിട്ട്, സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണല്ലോ വിശുദ്ധ യോഹന്നാൻ സ്ലിഹായിലൂടെ നമുക്ക് തന്ന സമ്മാനമാണല്ലോ പരിശുദ്ധ അമ്മ. ആ അമ്മയെ ഏറ്റവും വലിയ സമ്മാനമായിട്ട് നമുക്ക് സ്വീകരിക്കാം. ആ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് യേശുവിലേക്ക് കൂടുതലായിട്ട് അടുക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഈ ദിവസങ്ങളിലെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ നിങ്ങളെല്ലാവരെയും ഏറെ ഓർക്കുന്നതായിരിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ വിശ്വാസ സമൂഹം ഒന്നാകെ നമുക്ക് ദൈവത്തിലേക്ക് കൂടുതലായിട്ട് അടുക്കാം. നമ്മൾ ആഘോഷങ്ങളിൽ മതിമറക്കാതെ കൂടുതലായിട്ട് ദൈവിക സാന്നിധ്യവും ദൈവത്തിൻ്റെ അനുഭവവും ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിക്കുന്ന ഒരു ജനമായിട്ട് നമുക്ക് മാറാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഇടവകയിലേക്ക്, ഈ തിരുനാൾ ദിവസങ്ങളിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ടിനോ അച്ഛൻ ഈ ഇടവകയുടെ വികാരി.